ഹലോ, വെൽക്കം ബാക്ക്. ഓണമൊക്കെ അല്ലേ, നമുക്ക് നല്ലൊരു അടപ്രഥമനായാലോ? പായസം ഇല്ലാതെ എന്താണ് അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ആദ്യം തന്നെ നിങ്ങൾ തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്നിവ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ എല്ലാം ചടപടയെന്ന് നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ നമ്മൾ അടുപ്പിലോട്ട് ഉരുളി വെച്ച് കൊടുത്തു. അതിലൊക്കെ നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുത്തത് തേങ്ങയുടെ 3-ാം പാലാണ്. 3-ാം പാലിലോട്ട് നമ്മൾ അടയും ചവ്വരിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. കൈയെടുക്കാതെ ഇളക്കി നമ്മുടെ 3-ാം പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്ന ആ ഒരു പാകമാവണം. അപ്പോഴത്തേക്ക് ആ സമയത്ത് നമുക്കൊന്ന് ശർക്കര ഒന്ന് ലൈനാക്കി എടുക്കണം. ഒരു 1/2 കിലോ അടയാണ് എടുത്തത്. 1/2 കിലോ അടയ്ക്ക് 3/4 കിലോ ശർക്കര, പിന്നെ ഒരു 3 തേങ്ങയുടെ പാലുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ദാണ്ടെ നമ്മുടെ അടയും നമ്മുടെ തേങ്ങയുടെ 3-ാം പാൽ എല്ലാം കൂടെ നല്ല കുറുകി ഈ ഒരു പാകമായിട്ട് വരണം. അട വെന്തിട്ടില്ല, വേഗം നല്ല സമയമെടുക്കും. അപ്പോൾ ദാണ്ടെ ഇങ്ങനെയായിട്ട് ഈ ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്, നല്ല കുറുകി. ഇനി നമ്മളിതിലോട്ട് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഒരു അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കുക ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. കാരണം നല്ലപോലെ ഇളക്കി കൈയെടുക്കാതെ ഇളക്കി കൂടെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ എല്ലാവരും എളുപ്പപ്പണിയല്ലേ ചെയ്യുന്നത്. പെട്ടെന്ന് അട കുക്കറിലൊക്കെ വേവിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് യഥാർത്ഥ ഒരു പായസത്തിന് ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ അടയുടെ ആ ഫ്ലേവർക്ക് അങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഇച്ചിരി സമയം എടുത്ത് ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടപ്രഥമൻ പായസം നമുക്ക് കുടിക്കാൻ പറ്റും. സൂപ്പറാണ്, വെറുതെ പറയല്ല. ഇതിപ്പം തയ്യാറാക്കുന്നത് എൻ്റെ ഉമ്മ ആണ് കേട്ടോ. അപ്പോൾ ഈ സമയം അടയൊക്കെ വെന്ത് വന്നപ്പോഴേക്ക് നമ്മൾ നേരത്തെ ലൈനാക്കി വെച്ച് നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മധുരമെല്ലാം അടയ്ക്കകത്ത് പിടിച്ച് ഈ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് നല്ല പോലെ കുറുകി വരണം. ആ ഒരു പാകം ആവുന്നവരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ എൻ്റെ ഉമ്മിച്ചുമ്മ ആണ് നമുക്ക് ഈ പായസമൊക്കെ വയ്ക്കാൻ പഠിപ്പിച്ചത്. ഉമ്മിച്ചുമ്മയിൽ നിന്ന് ഉമ്മായിലോട്ട്. അപ്പോൾ പണ്ടേ അവർ ഈ രീതിയിൽ തന്നെയാണ് പായസം ഉണ്ടാക്കാറ് കേട്ടോ. ഇപ്പോൾ മിക്കുള്ളവരും തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ മടിയുണ്ട്. എല്ലാവരും ഈ പശുവും പാൽ തന്നെയായിരിക്കും യൂസ് ആക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും തേങ്ങാപ്പാൽ തന്നെ എടുക്കാനും അതിൽ തന്നെ ഉണ്ടാക്കി നോക്കാനും ശ്രമിക്കുക. അപ്പോഴാണ് യഥാർത്ഥ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാനായിരിക്കും പായസം ഇളക്കുന്ന ആൾ കേട്ടോ. പിന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യും, ക്യാഷ് വാങ്ങിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ കാശ് എന്നാൽ ഞാൻ ഇളക്കി തരാമെന്ന് പറയും. കാരണം 2 മണിക്കൂറെങ്കിലും കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൈസ വാങ്ങിക്കും. അപ്പോൾ അതാണ്ടേ നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി. ഇപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകിയിരിക്കണം. നമ്മുടെ അടപ്രഥമൻ വെച്ചാൽ നല്ല തിക്കായിട്ട് വരണമല്ലോ. നല്ല കുറുകി തിക്കായിട്ട് വരുന്ന ആ ഒരു പാകമാണ് നമ്മുടെ പ്രഥമൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ട് വരണം. ഇത് നമ്മളിതിലോട്ട് നമ്മുടെ തേങ്ങയുടെ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാലും ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിന് കൂടെ തന്നെ നമ്മളിനി പശുവിൻ പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1.5 ലിറ്റർ പശുവിൻ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പായസത്തിന് കേട്ടോ. ഇപ്പോൾ നാണ്ടെ സംഭവങ്ങളെല്ലാം സെറ്റായി, നമ്മൾ പായസം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സംഭവമാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എന്ത് പായസം അല്ലേ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തൊന്ന് വറുത്തെടുത്തിട്ട് ഇടണം നമ്മുടെ പായസം. അപ്പോഴത്തേക്കും സെറ്റാവും. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് സമയമെടുത്ത് നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പായസം മിസ്സാക്കരുത്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും പായസം ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പായസം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പായസം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു മണം വരും. നെയ്യുടെയും ഏലക്കയുടെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ. പായസം പൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഒരു ഇലയിലോട്ടാണ് ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ പഴവും പപ്പടമൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചുണ്ടല്ലോ, സ്വർഗ്ഗമാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.